ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗ ഒന്നും അറിയാത്ത ഭാവത്തിൽ പത്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഗംഗയെ കണ്ടതോടുകൂടി എല്ലാവർക്കും ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഗംഗയെ ചോദ്യം ചെയ്യുകയാണ്. നീ എന്ത് ധൈര്യത്തിലാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്? ഞങ്ങളെ എല്ലാവരെയും കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ ഇവിടേക്ക് കയറി വരാൻ നിനക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കറിയാത്ത കാര്യമാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. എന്താ ഇവിടെ ഉണ്ടായത്? എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അപ്പോൾ ഇന്ദ്രജ് പറയണേ, നമുക്ക് മമ്മി എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാം, എന്നിട്ട് ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. അപ്പോൾ സൂര്യ പറയണ, ഒരു പോലീസും വേണ്ട, ഞാൻ തന്നെ ഇവരെ കൊണ്ട് സത്യം പറയിപ്പിച്ചോളാം. മര്യാദക്ക് സത്യം പറഞ്ഞോ എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനും അറിയാം. അപ്പോൾ ഗംഗ പറയണേ, എന്താ ഇവിടെ ഉണ്ടായത്? അപ്പോൾ നന്ദിനി പറയണേ, നിങ്ങൾ കൊണ്ടുവന്ന ആപ്പിൾ കഴിച്ച് ഇവിടെ ഉദയൻ സാറ് ആശുപത്രിയിൽ കുറച്ച് സീരിയസ് ആയി കിടക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഗംഗ അഭിനയിക്കുകയാണ്. അയ്യോ, എന്താ ഈ പറയുന്നത്? അപ്പോൾ ഉദയന് മാത്രമാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അല്ലാതെ നിങ്ങൾ ആരും ഞാൻ കൊണ്ടുവന്ന ആപ്പിൾ കഴിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട. അപ്പോൾ നന്ദിനി പറയണം, നിങ്ങൾ കൊണ്ടുവന്ന ആപ്പിൾ മറ്റുള്ളവരൊക്കെ കഴിച്ചു, ഉദയം സാറും കഴിച്ചു, ഞങ്ങളും കഴിച്ചു. എന്നിട്ട് എന്താ ഉദയന് മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? നിങ്ങൾക്കാർക്കും ഒരു അപകടവും വന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവന്ന ആപ്പിളിൽ ഒരെണ്ണത്തിൽ മാത്രം വിഷമുണ്ടാവില്ലല്ലോ. അങ്ങനെ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ആപ്പിളിൽ മുഴുവനും വിഷം ചേർക്കാമായിരുന്നല്ലോ. ഇത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ കാലെ എല്ലാവരെയും കൊല്ലാനാണ് ഞാൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കൊന്നും വരാതിരുന്നത്? അതോടുകൂടി എല്ലാവർക്കും ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഗംഗ വീണ്ടും അഭിനയിക്കുകയാണ്. ഇത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ആപ്പിളിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ആപ്പിൾ കേടുവരാതിരിക്കാൻ വേണ്ടി ആ കടക്കാരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ സംശയിക്കുന്നത് എന്ന് പറഞ്ഞ് ഗംഗ നല്ലവളായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗയുടെ ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും ഉത്തരം മുട്ടി പോവുകയാണ്. അപ്പോൾ പത്മ പറയണേ, നീ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട, നീ തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിന്നെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല. നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ. അപ്പോൾ ഗംഗ പറയണേ, എന്താ ചേച്ചി ഈ പറയുന്നത്? ചേച്ചി എന്താ ഇങ്ങനെ എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പോലീസിനെ വിളിച്ചോ, എന്നിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ അപ്പോഴും ധർമ്മം മാത്രമാണ് വിജയിക്കുക. അത് നിങ്ങൾ ആദ്യം ഓർക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ധർമ്മം തന്നെയാണ് വിജയിക്കൂ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് വിജയിക്കൂ. എന്തായാലും നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിനെ വിളിച്ചോളാം. ഏട്ടാ, പോലീസിനെ വിളിക്ക് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങുന്നത് പോലെ ഗംഗ അഭിനയിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണേ, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, നിങ്ങൾ ആദ്യം ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി തരുമോ? നിങ്ങളെ ആർക്കും ഇഷ്ടമില്ല, പിന്നെ എന്തിനാണ് ഇവിടേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്? അയ്യോ മോളെ, ഞാൻ ഇവിടെ നിൽക്കാനൊന്നുമല്ല വന്നത്, ഞാനിവിടെ നിന്നും പോവാൻ തന്നെയാണ് വന്നത്. പക്ഷേ ഞാനിവിടേക്ക് എന്തിനാണ് വന്നത് എന്നെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പത്മ പറയണേ, കൂടുതൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറക്കി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇറക്കി വിടും എന്ന് പറഞ്ഞ് വീണ്ടും പത്മ ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ ഗംഗ പറയണേ, ചേച്ചി ഒന്ന് ശാന്തമാവ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പൊയ്ക്കോളാം. പക്ഷേ ഞാനൊരു നല്ല കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, അതെങ്ങനെ നീ അറിഞ്ഞു? ഇവിടെ ഒരു നല്ല മംഗളകാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് നീ എങ്ങനെയാണ് അറിഞ്ഞത്? അതിപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ. ആയാലും ഇവിടെ ഒരു മംഗളകാര്യമല്ലേ നടക്കാൻ പോകുന്നത്? രഞ്ജിത്തിൻ്റെയും വേദയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രത്യേകം വഴിപാടും പൂജയൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കല്യാണം ഒരു തടസ്സവും കൂടാതെ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. അത് കേട്ടപ്പോൾ പത്മക്ക് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പത്മ പറയണേ, നീ ഇങ്ങനെ അപശകുനമായി സംസാരിക്കാതെ മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ അമ്പലത്തിൽ പോയി ചെയ്തോളാം, നിന്റെ ഒരു സഹായവും വേണ്ട. അത് കേട്ടപ്പോൾ ഉദയം പറയണേ, എന്താണ് ഇവർ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ പത്മ. അത് പിന്നെ ഏട്ടാ. അപ്പോൾ ഗംഗ പറയണേ, ഞാൻ പറയാം, ഈ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം വഴിപാടും പൂജയും എല്ലാം ചെയ്യാറുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഒരു ദോഷം വരാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ കല്യാണം ഒരു കാരണവശാലും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതുമായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. അത് കേട്ടപ്പോൾ പത്മ വീണ്ടും അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നീ എന്താ ഈ പറഞ്ഞത്? ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ കല്യാണം നടക്കില്ല എന്നോ? അതെങ്ങനെ നിനക്കറിയാം? നീ അങ്ങനെ നിന്റെ മനസ്സിലിരിപ്പൊന്നും പറയാതെ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കും. ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്ക്. ഞാനൊരു ജോത്സ്യരെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ പറഞ്ഞത് ഈ കല്യാണം നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ കല്യാണം നിങ്ങൾ പ്രശ്നം വെച്ച് നോക്കാതെയാണ് ഈ കല്യാണത്തിന് നിങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്. ഈ കല്യാണം നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നത് പോലെയല്ല. ഇവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്.
ആ തടസ്സങ്ങളൊക്കെ ആ പ്രതിസന്ധികളൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ശില്പവുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ദിവസവും പൂജാമുറിയിൽ ഈ ശില്പം വെച്ച് നിങ്ങൾ പൂജിക്കുകയും വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമാണ് രഞ്ജിത്തിൻ്റെയും വേദയുടെയും വിവാഹം നടക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പമ്മയുടെ തീരുമാനം തെറ്റായ തീരുമാനമാണെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ ഒരു കള്ള നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ഇവരിത്ര കൃത്യമായിട്ട് പറയുന്നു എന്നെക്കുറിച്ച് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് വീണ്ടും ഗംഗയോട് പത്മ തർക്കിക്കുകയാണ്. എന്നിട്ട് പത്മ പറയണേ, നിന്റെയും നിന്റെ ഭർത്താവിൻ്റെയും സ്വഭാവം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അറിയാലോ. നീ എന്നിട്ടിപ്പോൾ നല്ലവളായിട്ട് അഭിനയിച്ച് ഇവിടേക്ക് കയറി വരാനൊന്നും നീ ഉദ്ദേശിക്കേണ്ട. നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളതും നിന്റെ മനസ്സിലെ പക എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഗംഗ പറയണേ, നിങ്ങൾ രണ്ടുപേരും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. വേദയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? നിങ്ങളൊരു ജ്യോത്സ്യരെ പോലും പോയി കണ്ടിട്ടില്ലല്ലോ. അത് കേട്ടപ്പോൾ ഉദയനും വന്ദനയ്ക്കും ഒരു ടെൻഷൻ ആവുക കേട്ടോ. അദ്ദേഹം പറയാണ്, പത്മ ഇവർ പറയുന്നതിലൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ വിശ്വാസം വരുന്നുണ്ട്. അങ്ങനെ ഗംഗ വിചാരിച്ചതുപോലെ അവരുടെ മനസ്സിലൊക്കെ ഒരു വിഷയം വിതറുകയാണ്. എന്നിട്ട് ഗംഗ പറയണേ, എന്തായാലും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങൾ ദിവസവും ഈ ശില്പത്തിന് നിങ്ങൾ പൂജയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഗംഗ അവിടെ നിന്നും പോകാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ ഗംഗയോട് പത്മ പറയണേ, നീ പോകുമ്പോൾ മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഞാൻ പോയിട്ട് നിങ്ങളങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ എല്ലാം അനുഭവിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാനൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗംഗ നല്ലവളെ പോലെ സംസാരിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗ പോയി കഴിഞ്ഞ ശേഷം പത്മ പറയുകയാണ്, രാജു ഇത് കൊണ്ടുപോയി കളയേ, ഇവിടെ വെക്കണ്ട, ഈ ശില്പം ഇവിടെ വെക്കണ്ട, ഇത് കൊണ്ടുപോയി കളയേ എന്ന് പറയുമ്പോൾ ഉദയനും വന്ദനയും പറയണ, പത്മ ഇതിനാണ് ശില്പം കളയുന്നത്. നമുക്ക് ദൈവം ഏത് രൂപത്തിലായാലും എന്താ, നമ്മളുടെ വിശ്വാസമല്ലേ നമുക്ക് പ്രാധാന്യം. നീ വെറുതെ എന്തിനാ ഇത് കളയുന്നത്? അപ്പോൾ യതീന്ദ്രൻ പറയണ, പത്മ എന്തിനാണ് വെറുതെ കളയാനൊക്കെ പറയുന്നത്? അപ്പോൾ നന്ദിനി പറയണ, അത് പിന്നെ സാർ എന്ന് പറഞ്ഞ് പറയാനൊരുങ്ങുമ്പോൾ പത്മ പറയണേ, നീ മിണ്ടരുത്, നിന്നോട് ഇവിടെ ആരും ഒരു അഭിപ്രായവും ചോദിച്ചിട്ടില്ല. അപ്പോൾ യതീന്ദ്രൻ പറയണ, നന്ദിനി എന്താ അഭിപ്രായം പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒന്നും വരാനില്ലല്ലോ, നന്ദിനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാലോ എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ, നിങ്ങൾക്ക് ആർക്കും ഈ ശില്പവുമായിട്ട് നിങ്ങൾ പൂജയും വഴിപാടും ഒന്നും നടത്തുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുകയും തിരിതെളിയിക്കുകയും ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ഈ ശില്പം റൂമിൽ കൊണ്ടുപോയി അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. ഒരാഴ്ചയല്ലേ ചെയ്യേണ്ടതുള്ളൂ, ഞാൻ ചെയ്തോളാം. എന്തിനാണ് വെറുതെ നമ്മുടെ വിശ്വാസം ഇല്ലാതാക്കുന്നത്? ഞാൻ ഈ ശില്പം റൂമിൽ കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി പറയുന്നതിലും കാര്യമുണ്ട്. പത്മ നീ വെറുതെ തടസ്സം നിൽക്കണ്ട, ഇതിപ്പോൾ നന്ദിനി പറഞ്ഞതുപോലെ ഇത് കളയണ്ട എന്ന് പറയാണ് യതീന്ദ്രനും. അങ്ങനെ പത്മ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. ഈ സമയം ഗംഗയും ഏട്ടനും കാറിൽ പോകുന്ന സമയത്ത് ഏട്ടൻ പറയുകയാണ്, അല്ല ഗംഗ, നിന്നെ ഞാൻ സമ്മതിച്ചു, നിനക്ക് ഇത്രക്ക് ധൈര്യമോ? ഞാൻ എന്തായാലും അവിടെ ചെന്ന ഒരു അടി പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നിന്നെ എല്ലാം അടിക്കുക, അവരെല്ലാവരും കൂടി എന്നെയാണ് ഇട്ട് പെരുമാറുക. പക്ഷേ നിൻ്റെ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു തന്നു. അപ്പോൾ ഗംഗ പറയണ, അവർ ഏട്ടനെയും എന്നെയും ഒന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. അവർ കുറച്ച് ഡീസൻ്റ് ഉള്ളവരാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് ധൈര്യത്തോടു കൂടി കയറി ചെന്നത്. എനിക്ക് സൂര്യയുടെ കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നു, പക്ഷേ സൂര്യയും ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. അവരിനി ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും കുടുംബക്ഷേത്രത്തിലേക്ക് പോകും. അവിടേക്ക് പോവുകയാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർ കുടുംബസമേതം ആ ക്ഷേത്രത്തിൽ എത്തണം. എന്നിട്ടാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഗംഗ അവരെ ഉപദ്രവിക്കണം, ഗുണ്ടകളെ വിട്ട് ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഓരോ കരുക്കളും നയിക്കുന്നത്. ഈ സമയം പത്മയും കുടുംബവും എല്ലാം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഗംഗ പറഞ്ഞതുപോലെ അവരെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുകയാണ് ഉദയൻ്റെയും വന്ദനയുടെയും നിർബന്ധപ്രകാരം. അങ്ങനെ ഇതെല്ലാം തന്നെ ഗംഗ മൊബൈലിൽ ഇരുന്ന് കാണുന്നുണ്ട്. അവിടെ ക്യാമറ വെച്ചത് കൊണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഗംഗ കേൾക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറയുകയാണ്, അല്ല ഗംഗ, നിൻ്റെ തീരുമാനം അസലായിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ പ്ലാനുകളൊക്കെ റെഡിയാക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ സന്തോഷിക്കുന്നത്. അങ്ങനെ യതീന്ദ്രൻ പറയുകയാണ്, അല്ല നമുക്ക് പോവാൻ എത്ര കാറ് വേണം, അതോ വാന് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയണേ, എന്തിനാണ് വെറുതെ കാറും വാനൊക്കെ? ഇവിടെ നിന്നും നമ്മളെല്ലാവരും ഒരു തവണ കുടുംബക്ഷേത്രത്തിലേക്ക് പോയതല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏട്ടനെയും ഏട്ടത്തെയും അവിടേക്ക് കൊണ്ടുപോകാനാണ്. പിന്നെ കല്യാണ പെണ്ണും ചെറുക്കനും കൂടി വേണം, അത്ര തന്നെ. അങ്ങനെ നമ്മൾ 6 പേര് മാത്രം പോയാൽ മതി. അത് കേട്ടപ്പോൾ യതീന്ദ്രൻ പറയണ, അല്ല സൂര്യ വേണ്ടേ? സൂര്യയല്ലേ നമ്മുടെ ഒരേ ഒരു മകനല്ലേ, നമുക്ക് സൂര്യയും കൂടി കൂട്ടാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് വെറുതെ സൂര്യ? ഇതുവരെയും വേദയ്ക്ക് വേണ്ടി സൂര്യ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഏട്ടൻ എന്നുള്ള സ്ഥാനവും കൊടുത്ത്
അവൾക്ക് വേണ്ടി എന്താണാവോ ഇതുവരെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ തന്നെ മതി, നമുക്ക് മാത്രം പോയാൽ മതി. അത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, അച്ഛൻ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഞാൻ വരുന്നത് ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഇനിയിപ്പോൾ കൂടുതൽ അച്ഛൻ സംസാരിച്ചാലേ ഞാൻ വരുന്നില്ല എന്ന് തീരുമാനമെടുത്തതുപോലെ അച്ഛനെയും ഇവർ കൊണ്ടുപോവില്ല. ഇപ്പോൾ അച്ഛനെ ഇവർ കൊണ്ടുപോകുന്നത് കാറോടിക്കാൻ ഒരു ഡ്രൈവർ വേണം, ആ ഒരു അർത്ഥത്തിലായിരിക്കും ഇവർ കൊണ്ടുപോകുന്നുണ്ടാവുക. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി കൂടുതൽ സംസാരിക്കേണ്ട, ഞാൻ എന്തായാലും വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് സൂര്യ ദേഷ്യം പിടിച്ച് അങ്ങ് എണീറ്റ് പോവാട്ടോ. അത് കാണുന്ന ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ സൂര്യ എന്തായാലും ഇവരോടൊപ്പം ഉണ്ടാവില്ല. അപ്പോൾ പത്മയുടെ കാര്യത്തിന് ഒരു തീരുമാനം നാളത്തോടു കൂടി ആവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ സന്തോഷത്തിൽ ഗംഗ രാജേഷ് ഏട്ടനോട് സംസാരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ 6 പേരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പത്മയും യതീന്ദ്രനും ഉദയനും വേദയും ജിത്തും വന്ദനയൊക്കെ കൂടി. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്കും ഗംഗ ഗുണ്ടകൾക്ക് വിളിക്കുകയാണ്. ഇന്ന കാറിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ പത്മ എന്ന് പറഞ്ഞ സ്ത്രീ ഒരിക്കലും ജീവനോടെ ഇനി ബാക്കി പാടില്ല, ബാക്കിയുള്ളവരെയൊക്കെ തല്ലി ഒതുക്കിയേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഗുണ്ടകളോട് പറയുന്നത്. ഈ സമയം നന്ദിനിക്കാണെങ്കിലോ അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷം നന്ദിനിയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമം വരികയാണ്. എന്നിട്ട് നന്ദിനി സ്വയം പറയുകയാണ്, എന്താ ഈശ്വര, എൻ്റെ മനസ്സിലേക്ക് അവർ ഇറങ്ങിപ്പോയത് മുതൽക്ക് ഒരു വല്ലാത്തൊരു വിഷമം പോലെ വരുന്നു, എന്താണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഒക്കെ നന്ദിനി വിഷമത്തോടു കൂടി മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കോണിയുടെ ഓരോ സ്റ്റെപ്പിൻ്റെ പടിയും ഇറങ്ങുന്നത്. അങ്ങനെ താഴത്തെ 2 സ്റ്റെപ്പ് എത്തിയപ്പോഴത്തേക്കും നന്ദിനിയുടെ കാല് പെട്ടെന്ന് അങ്ങ് വഴുക്കുകയാണ്. അതോടുകൂടി നന്ദിനി താഴേക്ക് വീഴാൻ പോകുമ്പോഴത്തേക്കും സൂര്യ അവിടേക്ക് വരികയാണ്. എന്നിട്ട് സൂര്യ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്താ നന്ദിനി, നീ എന്താലോചിച്ചിട്ടാണ് ഈ നടക്കുന്നത്? ഇപ്പോൾ വീണേനല്ലോ, ഞാനിവിടേക്ക് വന്നത് തന്നെ ഭാഗ്യം, അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ താഴേക്ക് വീണേനെ. അത് പിന്നെ സൂര്യ സാർ, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സൂര്യ സാർ എന്ന് വീണ്ടും നന്ദിനി പറയണം. എന്നിട്ട് ഗംഗ ഇവിടേക്ക് വന്നു പോയതിൻ്റെ ശേഷം എന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിലേക്ക് ഗംഗയുടെ മുഖവും, ഇവരിപ്പോൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോയില്ലേ, അതിനിപ്പോൾ കാരണം ഗംഗയാണല്ലോ, അവരുടെ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമോ എന്നെന്തോ എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. സൂര്യ സാറാണെങ്കിൽ അവരോടൊപ്പം പോയിട്ടുമില്ല. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി നീ കേട്ടതല്ലേ എൻ്റെ അമ്മ പറഞ്ഞത്, ഞാൻ അവരോടൊപ്പം ചെല്ലണ്ട എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ അവരോടൊപ്പം നാണമില്ലാതെ ചെല്ലുന്നത്? അതല്ല സൂര്യ സാർ, എന്നോട് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് നന്ദിനി, നിന്നോട് എന്തിനാണ് ഞാൻ വെറുതെ ദേഷ്യപ്പെടുന്നത്? എങ്കിൽ സൂര്യ സാർ, നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിലേക്ക് പോയാലോ, നമുക്ക് 2 പേർക്കും കൂടി പോയാലോ? അതെന്തിനാ നന്ദിനി വെറുതെ നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്? പിന്നെ അല്ല, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് എൻ്റെ മനസ്സിലേക്ക് എന്താണെന്നറിയില്ല തോന്നുകയാണ്. ആ ഗംഗ വന്നിട്ടാണല്ലോ ഇവിടേക്ക്, അവർ വന്നതിന് ശേഷമാണല്ലോ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാനുള്ള തീരുമാനം തന്നെ ഉണ്ടായത്, അവരാണല്ലോ ഇതിനൊരു കാരണം പറഞ്ഞത്. അവരെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാണാവോ ഇവരെ കുടുംബക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന് എൻ്റെ മനസ്സിലേക്ക് വെറുതെ ഇങ്ങനെ തോന്നിപ്പോകുന്നു. എന്താണെന്നറിയില്ല, എനിക്കാണ് സൂര്യ സാറിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് എന്ന് തന്നെ അറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, എങ്കിൽ നിൻ്റെ ടെൻഷൻ മാറ്റാൻ ഞാൻ എന്തായാലും അവരോടൊപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് പോവാം, എന്താ പോരെ, നിനക്കപ്പോൾ ആശ്വാസമാവുമോ? എങ്കിൽ സാറിനോടൊപ്പം ഞാൻ കൂടിയുണ്ട്, തനിച്ചു പോവേണ്ട. അപ്പോൾ സൂര്യ പറയണ, അത് നീ പറഞ്ഞത് ഗുഡ് ഐഡിയ ആണ്, കാരണം ഇത്രയും ലോങ് പോകുന്ന സമയത്ത് ഞാൻ തനിച്ചു പോകുന്നത് ശരിയല്ലല്ലോ, നീയും എനിക്കൊരു കമ്പനിക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. എങ്കിൽ നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് 2 പേർക്കും കൂടി പോവാമെന്ന് പറഞ്ഞ് സൂര്യയും നന്ദിനിയും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടിയാണ് അവരെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്, ഗുണ്ടകളുടെ കയ്യിൽ നിന്നും പത്മയൊക്കെ രക്ഷപ്പെടുത്തുന്നത് നന്ദിനിയും സൂര്യയുമാണ് കേട്ടോ. അങ്ങനെ ഗംഗയുടെ ഈ ഒരു പ്ലാനും ചീറ്റിപ്പോകും. അതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.